ഹായ്, ഇന്നെൻ്റെ ലക്കിയുടെ ഗ്രൂമിങ് ഡേ ആണ്. രാവിലെ അപ്പോയിൻമെൻ്റ് എടുത്തു. 10:30ക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ഞാൻ ആഴ്ചയ്ക്ക് കുളിപ്പിക്കലെല്ലാം ചെയ്യലുണ്ട്. പക്ഷേങ്കിൽ ഈ പ്രാവശ്യം നല്ല അഴുക്കുണ്ട്. അത് ഒന്നിനും രണ്ടിനും പുറത്തേക്ക് വിട്ടാൽ മണ്ണിൽ തന്നെ പോയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വരിക. അതുകൊണ്ട് നമ്മൾ പക്ഷേങ്കിൽ ഗ്രൂമിങ്ങിന് കൊണ്ടുപോയ വാഷിംഗ് ഒഴികെ ബാക്കിയെല്ലാം ചെയ്യിക്കും. എങ്ങനെയൊന്നും പറയാമെന്നറിയില്ല. വാലിനും കാലിനെല്ലാം ജടയുള്ളത് സീറോ ഡ്രിം ചെയ്യാൻ ചില സമയം പറയുമായിരിക്കും. നമ്മൾ എന്നിട്ട് അവിടെ എത്തിയതിന് ശേഷം അവർ പറഞ്ഞത് സീറോ ഡ്രിം ഇതിപ്പം കാണിച്ചു തരികയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയോന്ന്. പക്ഷേ സീറോ ഡ്രിം അവർ മൊത്തം ചെയ്യേണ്ട, ജടയുള്ള ഭാഗത്ത് മാത്രം സീറോ ഡ്രിം ചെയ്തിട്ട് ബാക്കിയെല്ലാം കുറച്ച് രോമം വെക്കാനാണ് പറഞ്ഞത്. അവർ ചെയ്യുമ്പോൾ അവരുടെ ഡാൻഡ്രഫ് ഉണ്ടെന്ന് കാണിച്ചു തരികയാണ് ചെയ്തത്. പക്ഷേ നമ്മൾ പണ്ട് ഇതിനെ വാങ്ങിയ പാട് ഇതിൻ്റെ മേത്തിങ്ങനെ വെള്ളപ്പൊടി ഉണ്ടായിരുന്നു. നമുക്കറിയില്ലായിരുന്നു ഇത് എന്തെന്നാണെന്ന്. അങ്ങനെ അത് ഭയങ്കര സ്മെല്ലും ഉണ്ടായിരുന്നു. കുറേ നമ്മൾ അത് നമ്മളോട് പറഞ്ഞത് അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ നമ്മൾ ഗ്രൂമിങ് സെൻറ്റർ കൊണ്ടുപോയാൽ അവർ പറഞ്ഞു ഇത് താരനാണ്, ഇത് നമ്മൾ ഫുൾ സീറോ ഡ്രിം ചെയ്തിട്ട് അതിന് സ്പ്രേ എല്ലാം തരാമെന്ന് പറഞ്ഞ് അങ്ങനെയെല്ലാം ഉപയോഗിച്ചു. പക്ഷേ പിന്നെയും രോമം വരുമ്പോൾ ഇത് തന്നെ പിന്നെയും വീണ്ടും ആയി. അന്നേരം എപ്പോൾ നമുക്ക് സീറോ ഡ്രിം ചെയ്യാൻ പറ്റൂലല്ലോ, അതിനെയും കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ. അങ്ങനെ നമ്മളങ്ങനെ ഒരിക്കലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് സാറ് പറഞ്ഞു ഈ വെള്ളപ്പൊടി പോലത്തെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം റിസൾട്ട് വന്നു. അതിന് അന്നേരം അന്ന് ഈ 2 ഹെയർ ഓയിലും പിന്നെ ഒരു ഷാമ്പൂ എഴുതി തന്നു. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തലേന്ന് പുരട്ടി കൊടുത്തിട്ട് പിറ്റേന്ന് കുളിപ്പിക്കാനാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ തലേന്ന് പുരട്ടി കൊടുക്കുമ്പോൾ ഇതിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുളിപ്പിക്കുന്ന ദിവസം 1 മണിക്കൂർ മുമ്പേ നല്ലോണം പുരട്ടി മസാജെല്ലാം ചെയ്ത് കൊടുക്കും. നല്ലോണം നിന്ന് തരും, എല്ലാം ചെയ്യും, ഒരു ബുദ്ധിമുട്ടും ആക്കൂല. പക്ഷേ എല്ലാം ചെയ്തതിന് ശേഷം കുളിപ്പിക്കാൻ കൂട്ടാൻ നോക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഓടിയിട്ട് കാറിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും പോയിട്ട് ഒളിച്ച് കളയും. വെള്ളം ഒഴിക്കാനൊന്നും മടിയല്ല, പക്ഷേങ്കിൽ എന്തോ കളിപ്പിക്കുന്നതാണെന്നൊന്നും അറിയില്ല. അങ്ങനെ ചെയ്യും. നല്ലൊരു മോളാണിത്. പിന്നെ ഞാൻ എന്ത് ചെയ്യുമ്പോൾ എൻ്റെ ഒരനക്കം ഉണ്ടാവില്ല. അങ്ങനെ നമ്മളിത് അങ്ങനെ 2 കൊല്ലമായി ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഗ്രൂമിങ്ങിന് കൊണ്ടുപോയാൽ ബാക്കി വാഷിംഗ് ഒഴികെ ബാക്കി എല്ലാം ചെയ്യിച്ചിട്ട് നമ്മൾ പറയും വീട്ടിൽ നിന്ന് കുളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിയിട്ട് വരികയാണ് ചെയ്യുന്നത്. നമ്മൾ പണ്ട് ഇത് വാങ്ങിയ പാട് ഇതിൻ്റെ മേത്തുള്ളത് കണ്ട് പല വീഡിയോ കണ്ടിട്ട് പലതും നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെ പൗഡർ അതിൽ സ്പ്രേ, എന്നിട്ടൊന്നും നമുക്കതിൽ നിന്നൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ ഡോക്ടറെ കാണിച്ചത്. ഇത് ഷിറ്റ്സുമാണ് ബ്രീഡ്. ഇങ്ങനത്തെ ഏതെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ സ്വയം മറ്റുള്ള ചാനൽ കണ്ടിട്ടൊന്നും വാങ്ങിയിട്ട് ഉപയോഗിക്കാതെ ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പറഞ്ഞുതരും ഏത് ഷാമ്പു ഉപയോഗിക്കണം, ഏത് ഓയിൽ ഉപയോഗിക്കണമെന്ന്. നമ്മൾ 2 കൊല്ലമായി ഇത് അത് തന്നെ ഉപയോഗിക്കൽ. ഇന്ന് അവർ ഡാൻഡ്രഫ് കാണിച്ച് തന്നിട്ടുണ്ട്. ഇനി ഇത് ഈ ഓയിൽ ഉപയോഗിച്ചാൽ തന്നെ വേഗം മാറ്റം വരുത്തുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരാൻ എന്തുകൊണ്ടാണ് വന്നതെന്ന് അറിയില്ല. ഞാൻ ആഴ്ചയ്ക്ക് ഇത് തന്നെയാണ് ഉപയോഗിച്ച് കൊടുക്കലുള്ളൂ. പിന്നെ നമ്മളിതിനെ കുളിപ്പിക്കുമ്പോൾ അതങ്ങനെ പഠിച്ചൊന്നും കളിക്കില്ല. പക്ഷേ ഇന്ന് രോമം ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു നല്ലോണം സമ്മതിക്കുന്നില്ല, തണുത്ത് വിറയ്ക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ ഹെയർ ഉണക്കൽ അതിൻ്റെ കൂട്ടിൽ വെച്ചിട്ട് ഫാനിൻ്റെ ചോട്ടിൽ ഇരുത്തി കൊടുക്കുകയും ചെയ്യും. നല്ലോണം തോർത്തിയതിന് ശേഷം അതിൻ്റെ ഹെയർ ഡ്രയർ ഉപയോഗിക്കുമ്പോൾ ഡാൻഡ്രഫ് വരുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിതിനെ ഇങ്ങനത്തെ പോലെ ഒരു കൂട്ടിലാക്കിയിട്ട് തുണി ഇട്ടെടുത്ത് നല്ലോണം തോർത്തിയതിന് ശേഷമാണ് ഫാനിൻ്റെ ചോട്ടിൽ അവിടെ വെച്ചാൽ നല്ലോണം ആറിക്കിട്ടലുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ